കടിക്കാടാ. ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ കണ്ട കയറി വന്നു. ഇതാണ് കറമ്പാച്ചൻ. എടാ 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 ഗുസ്തി കാണിക്കണ ഇതെന്താ? എടാ ഇത് കണ്ടോടാ, ഇവൻ എന്തുവാടാ സാമർത്ഥ്യം. ഓ സുന്ദരൻ താഴത്ത്. അപ്പം നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട് പോയിരുന്നു. നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കണ വീഡിയോ എടുക്കാനായിട്ടാണ്. സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ആയിരിക്കും. കൊഴുപ്പച്ചീരയാണ്. അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് മഴ വരുമ്പോൾ നന്നായിട്ട് കിളുത്ത് വരുമല്ലോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ അമ്പലത്തിൽ പോണ വഴി കണ്ടത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമുക്കത് പോയി പറിച്ചുകൊണ്ട് വരാം. പറിച്ചുകൊണ്ട് വന്ന് തോരൻ വയ്ക്കാം. പച്ച കളർ ലീഫ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് പറിക്കാനായിട്ട് പോയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നമുക്ക് അതെ ഇവന്മാർ രണ്ടും ഇവിടെ കിടന്നോളൂ. അഴിച്ചു വിട്ടിരിക്കുക. എല്ലാവരും പറഞ്ഞു തരണം. ഞാൻ സുന്ദരനെ അഴിച്ചു ഇവിടെ വിട്ടിട്ടുണ്ട്. ഇപ്പം പകലായതുകൊണ്ടോ മഴയായതുകൊണ്ടോ എന്താണോ അവൻ പോയിട്ടില്ല, ഇവിടെ തന്നെ കിടപ്പുണ്ട്. എടാ നീ എഴുന്നേറ്റ് വന്നേ. വേണ്ട സുന്ദരൻ ദേ എന്താ സുന്ദരൻ ഇവിടെ ഉണ്ട്. അവൻ എഴുന്നേക്കാൻ പോലും കഴിയല്ല. അഴിച്ചു വിട്ട് പറഞ്ഞേ. ഇനി അവനെ കൊണ്ട് കെട്ടുവാന്ന് ഓർത്തിട്ടാ മറ്റാണ് അവൻ എഴുന്നേറ്റ് വരുന്നില്ല. ഇവൻ പിന്നെ ഇവനിപ്പോൾ ഭയങ്കര ധൈര്യമൊക്കെ ആയിരുന്നു. മൂർത്തി അകത്ത് സെറ്റിയൊക്കെ കടന്നപ്പം നേരെ ചെന്ന് ഒരു അനക്കവും ഇല്ല. നേരെ ചെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ കയറി അങ്ങ് ചുരുണ്ടുകൂടി അങ്ങ് കിടന്നേക്കുക. ഞങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ട് വഴക്കുറണ്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ടൊന്നും അവൻ ഇറങ്ങണില്ല. അങ്ങനെ ഒരു സീൻ ഇന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല അത്. അപ്പം ശരി, നമുക്ക് കണ്ടത്തിൽ ചെന്നിട്ട് കാണാം. 2-3 ദിവസത്തെ മഴ വന്നപ്പോൾ തന്നെ കണ്ടത്തിലൊക്കെ വെള്ളമായി. ഇത് നമ്മൾ പുല്ലിയെത്താൻ വന്ന കണ്ടമാണ് കേട്ടോ. അപ്പോഴും പുല്ലിയെത്താൻ വരുന്ന ഈ കണ്ടത്തിലാണ്. ഇത് നിറയും പുല്ലായിട്ട് നിൽക്കുവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഏരിയയിലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറയണം കേട്ടോ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. ഞാൻ അതൊക്കെ ഇനി കാണിക്കാം. അപ്പം നമ്മളിത് കണ്ടത്തിലോട്ട് പോവുകയാണ്. ഗേറ്റൊക്കെ അടച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. സുന്ദരനും കറമ്പനും ഒക്കെ അവിടെ കിടപ്പുണ്ടല്ലോ. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞാനിവിടെ കണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ കാണിച്ച വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കാലേ വന്ന് എന്തോ ഒന്ന് ഇടിച്ച്. ഇതാണ് ആള്. ഇവന് എന്തോ ചെയ്യണം. നമ്മളെക്കാളും മുമ്പ് എൻ്റെ ഇവിടെ മൂർത്തിയുണ്ട്. ഞങ്ങളെക്കാളും മുമ്പ് തന്നെ അവൻ ഞാൻ കണ്ടില്ലേ, മേടിച്ചു പോയി വന്ന് ഇടിച്ച്. എന്നാലും നോക്കുമ്പോൾ ഇതേ സുന്ദരൻ. ഇതാണ് അവൻ എവിടെ കൂടി ഇറങ്ങുന്നതെന്നുള്ളത് ഓരോ പ്രാവശ്യം അവൻ്റെ മാത്രം. അതൊരു രക്ഷയില്ല. അവൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും വരട്ടെ അല്ലേ, അവനെ കൂടി കൊണ്ടുപോവാം. മറ്റവനാണെങ്കിൽ വില്ലത്തരായതുകൊണ്ട് ആളുകൾ നേരെ ചെല്ലും. അതുകൊണ്ട് ഇവനെ കൊണ്ടുവരാം. ഇവിടെ ഒരു പാലമുണ്ട്, അത് പേടി. പാലം കടന്നു സുന്ദരൻ. അപ്പം എന്തേ ആദ്യമായിട്ട് പറഞ്ഞ വഴിയാന്നൊന്നും പുള്ളിക്കില്ല. പുള്ളി നമ്മളെ വഴി കാണിക്കാനായിട്ട് പോയി. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും ഞങ്ങളുണ്ടോന്ന്. അപ്പം നമ്മുടെ പണിയെല്ലാം പാളി കേസ്. അപ്പം നമുക്ക് ഇച്ചിരി കൊഴുപ്പച്ചിരി എടുത്തിട്ട് പോവാം. സുന്ദരന്മാരെ കൊണ്ടുവന്ന് കാരണം അവർ ഇവിടെ വീട്ടിൽ 2-3 അവന്മാരുണ്ട്. നമ്മുടെ പോലെ തന്നെ ഇവരും കുറച്ച് ഡോഗ്സിനെയൊക്കെ കെയർ ചെയ്യുന്ന വീടുകാരാണ്. അപ്പം അവന്മാരെല്ലാവരും കൂടി വന്ന് ഞാൻ അല്ലാതെ പോയാൽ കുഴപ്പമൊന്നുമില്ല. സുന്ദരനെ മാറ്റിടാ അങ്ങോട്ട്. ഇതാണ് നമ്മുടെ കൊഴുപ്പച്ചീര. അടി അടി അടി. നമുക്കിത് കുറച്ച് എടുത്തുകൊണ്ട് പോകാം. പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. സുന്ദരം വന്നതുകൊണ്ട് അലമ്പായി പോയത്. അല്ലെങ്കിൽ നമുക്ക് നല്ല നാന്തരം വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. അപ്പം നമ്മുടെ പ്രതീക്ഷയെല്ലാം പാളിപ്പോയി. നമുക്ക് സൈലൻ്റായിട്ടൊന്ന് എടുക്കാം. ഈ സുന്ദരനെ അലമ്പാക്കി കളഞ്ഞു. അപ്പം കൊഴുപ്പച്ചീര എടുക്കുവാണ് നമ്മൾ. ഇത് ഭയങ്കര മഴക്കാലത്ത് വന്നിട്ട് കിളുത്തൂരും. അപ്പം ഇവിടെ കണ്ടങ്ങളിലൊക്കെ ഉള്ളതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റാണ് ഇത് വെച്ചാൽ. പെട്ടെന്ന് പോയേക്കാം. സുന്ദര അടി കൊള്ളും കേട്ടാ.
രക്ഷയില്ല, പേടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇതാണ് ഇവന്മാരുടെ കാര്യം, ഒരു ഐക്യതയില്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇവർ. പിന്നെ ഇത് കണ്ണിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കണ്ണിൻ്റെ പ്രശ്നത്തിനൊക്കെ ആ സമയത്തൊക്കെ തൊട്ട് കഴിച്ചു തുടങ്ങി. ഇത് പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തിക്കായിട്ടുണ്ടാകുമായിരുന്നു. ഇനിയിപ്പോൾ മഴയായതുകൊണ്ട് ആയി വരുന്ന ഇളക്ക് പശുവൊക്കെ തിന്നുമല്ലോ. ഇഷ്ടപ്പെട്ട് നമ്മൾ അപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ എടുക്കണുള്ളൂ. ഇനിയിപ്പോൾ ഒരെങ്കിനിപ്പോൾ നമുക്ക് പിന്നെയൊക്കെ വന്ന് എടുക്കാമല്ലോ. ഇത് നമുക്കിനി പിടിച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ പുഴുവൊന്നും ഇല്ല. എന്നാലും നമുക്ക് എന്നിട്ട് ക്ലീൻ ചെയ്ത് തോരനാക്കാം. ഇപ്പോൾ ചെറുപയർ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. ചെറുപയറായിട്ടും വെക്കാം, അല്ലാതെയും വെക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരി, ഇടിച്ച് പേടിയുണ്ടോ നോക്കട്ടെ. കയറ് പാലത്തെ കയറിടാ. എന്താ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയിട്ട് നമ്മുടെ വീടെത്തി കേട്ടോ. വീടെത്താറായി. സുന്ദരം മുമ്പേ ഓടി. അവൻ കാരണം അല്ലെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് പോയതാ. എന്നാണ് പറ്റിച്ച് കളഞ്ഞു. ഇതാ ഇവനെ ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റിയാലാത്തത്. അതുവരെ അവന് കണ്ടത്തിലിറങ്ങാൻ മടിച്ചു നിന്ന് അവനുണ്ടല്ലോ, അപ്പുറത്തുനിന്ന് 2-3 പേരുടെ ഒച്ച കേട്ടപ്പം അവൻ വെള്ളത്തിൽ ചാടി നീന്തിയത് കണ്ടായിരുന്ന. എൻ്റെ പൊന്നോ, അവിടെ ചെന്നവന് ഇടിയായി വഴക്കായി. അയ്യോ, നമ്മുടെ വഴികളിലൊക്കെ വെള്ളമായി തുടങ്ങി കേട്ടാ. റോഡിൽ നിന്നുള്ള ആളുകൾ വാ, നീ കയറി വാ. കുളവാക്കിയല്ല വീഡിയോ. ഇവിടെയുണ്ട് ഉണ്ടാ, അങ്ങനൊരു കുഴപ്പമില്ല. ഇത് എല്ലാവരും വന്ന്. മറ്റവരൊക്കെ എന്തേ? നിങ്ങൾക്കുള്ള സാധനമല്ല, ഇത് ചീരയാണ്. ചീര, കൊഴുപ്പച്ചീര. സുന്ദരം വന്ന വഴി തന്നെ പോയി. ഇപ്പം റോഡിൻ്റെ നടുക്ക് പോയി നിൽക്കുകയാണേ. ബാ, അതോട്ട് പോവാം. ബാ, അപ്പം നമ്മളിത് കുറേ എടുത്തിട്ട് വന്നെങ്കിലും നമ്മളിതിപ്പോൾ ഇത്രയാണ് എടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി മൂർത്തി പറഞ്ഞേ പരിപ്പിട്ട് വയ്ക്കണമെന്ന്. അപ്പം ഞാനിപ്പോൾ ചെറുപയറിട്ട് വയ്ക്കാനാണല്ലോ എടുത്ത് വെച്ചേക്കണം. ചെറുപയറിട്ട് തോരൻ വയ്ക്കണം. അവന് പരിപ്പിട്ട് ചാറ് കറി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം ചെറുപയറിട്ട് തോരൻ വയ്ക്കാം, എന്നിട്ട് പരിപ്പിട്ട് ചാറ് കറിയും വയ്ക്കാം. രണ്ടും ചെയ്യണം. വേറെ കറിയൊക്കെ ഉണ്ട്, എന്നാലും ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ നന്നായിട്ട് പണ്ടേക്ക് ഇപ്പം ഇഷ്ടം പോലെ പോകുന്നു. അപ്പം അത് കാരണം ഭയങ്കര അപ്പം വോയിസ് ഞാൻ ഇത്തിരി കൂടി ഓളായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ക്ലിയർ ആവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നലെ ഞാൻ ഓളയും കുറച്ചാണ് സംസാരിച്ചത്, അതുകൊണ്ടായിരിക്കാം ചിലപ്പം കേൾക്കുന്നുണ്ടോ. ഒരു കേടുമില്ല, നല്ല ഫ്രഷാണ്. എന്ത് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഇത്. അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് മാക്സിമം ഇലകളൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് മക്കൾക്ക്. എപ്പോഴും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ചും പച്ചക്കളറാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. പച്ചക്കളറിൽ ആ പച്ചക്കളറ് നഷ്ടപ്പെടാതെ തന്നെ വേവിച്ചെടുക്കണം. അത് ഭയങ്കര ടേസ്റ്റ്. ഇത്തിരി പച്ചക്കളറിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ ഒന്നും അറിയില്ല, എനിക്ക് എൻ്റെ ഇഷ്ടം. പക്ഷെ എൻ്റെ ഇഷ്ടം മാത്രം കുറച്ച് ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ. കാരണം ഇഷ്ടമായതുകൊണ്ട് കഴിക്കും ഞങ്ങൾ. ചോറിനേക്കാൾ കൂടുതൽ ഇത് കഴിക്കും. പിന്നെ ഇത് കഴിക്കുന്ന എന്തുകൊണ്ടും അറിയാമല്ലോ, ഒരു വിഷമൊന്നും ചേരാത്ത പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പ്രകൃതി തന്നെ ഇതാക്കിയ ചെടികളല്ലേ. അപ്പം അതുകൊണ്ട് ഇഷ്ടം. എൻ്റെ പൊന്നു സുന്ദരനെയും കൊണ്ട് പോയിട്ട് പണി മേടിച്ചത്. ഇതാണ് അവൻ്റെ കാര്യം. ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ട് പോയതാണ്. അന്ന് അതുപോലെ ഉള്ളേ കിടക്കുന്ന സുന്ദരൻ കറുമ്പൻ. അവൻ ഇതുവരെ വന്ന് കയറിയിട്ടില്ലേ. അവൻ ആ വഴി അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ വരമ്പം വരട്ടെ, അല്ല ഞാനെന്ത് ചെയ്യാനാ. നമ്മൾ നേരെ പയറ് വേവിച്ച് വെക്കുക. പയറിനകത്ത് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഉപ്പിട്ട് പയറ് വേവിച്ച് വെക്കുക. ചെറുപയർ, പച്ചപ്പയറില്ല, അത് വേവിച്ച് വെക്കുക. അതിനകത്തോട്ട് നമ്മൾ ഇത് അരിഞ്ഞ് വെച്ചേക്കണത് ഇത് അതിനകത്തിട്ട് ഒന്ന് ഇളക്കി ഒന്നും കൂടെ വേവിക്കുക. ജസ്റ്റ് ഒരു ആവി കയറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങയും പച്ചമുളകും, ജീരകം എടുക്കത്തില്ല കേട്ടോ. ജീരകം
ചിലർ ചേർക്കും, ചിലർ ചേർക്കത്തില്ല. തോരത്തിനൊന്നും ജീരകത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ചില തോരത്തിനൊക്കെ ചേർക്കുമല്ലോ, അങ്ങനെ ചേർക്കത്തുള്ളൂ. അല്ലാതെ തോരത്തിനൊന്നും ജീരകം ചേർക്കാറില്ല. എന്നിട്ട് പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടെ നമ്മൾ ചായച്ച് ചെറുതായിട്ട് ഒതുക്കിയെടുത്ത് ഇതിനകത്തോട്ട് ചേർക്കുക, മിക്സ് ചെയ്യുക, താളിച്ച് വറയിലിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക. പരിപാടി കഴിഞ്ഞു. ടേസ്റ്റാ പറഞ്ഞറിയിക്കാൻ മേലാത്ത ടേസ്റ്റ്, ഗുണമോ അതിനേക്കാൾ ഗുണം. അപ്പം എല്ലാവരും കിട്ടുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക മഴക്കാലമൊക്കെ ആകുമ്പം. അപ്പം ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് ഇപ്പോൾ വന്ന വഴി അവിടുത്തെ ഒരു വീടുണ്ട്, ഇപ്പുറം നമ്മൾ അമ്പലത്തിൽ കിടക്കണേൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ. അവിടെ സമർത്ഥൻ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെയും ഇവിടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ചേട്ടൻ ഇവിടെ വന്ന് ശർമ്മയുടെ കുളമൊക്കെ കാണാൻ വന്നത്. പുള്ളി പറഞ്ഞ് മിഥുനം കർക്കിടക മാസത്തിൽ ഇത് ഉപയോഗിക്കത്തില്ല, ഇതിന് ചെറുതായിട്ട് കയ്പുണ്ടാവുമെന്നാണ് പറഞ്ഞു. അപ്പം അത് കാരണം ഇപ്പം ഈ സമയത്ത് ഇതിപ്പോൾ മഴ വന്ന് ഇത് കിളുത്ത് വരുന്ന സമയമല്ലേ, ഇത് ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം ഇത് പറിച്ച് കഴിക്കുക. ചിലപ്പോൾ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കഴിക്കുമെന്ന്. അപ്പം എനിക്കത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്തായിരിക്കും പറിച്ച് കഴിക്കുന്നത്. മഴയൊക്കെ വന്ന് കഴിയുമ്പം കൊണ്ട് തഴച്ച് വളരുന്നു, ഇഷ്ടം പോലെ ഉണ്ടാവും. അന്നേരമായിരിക്കും എല്ലാവരും പറിക്കണം, തഴച്ച് നിൽക്കുമ്പോൾ. ഇപ്പം ഞാൻ ചെന്നപ്പോൾ കണ്ട അധികം ഇല്ല. അപ്പോൾ ഈ തഴച്ച് നിൽക്കുന്ന സമയത്ത്, അപ്പോൾ ഇപ്പം ഇടവല്ലേ, അടുത്ത മാസം മിഥുനം കർക്കിടകം. അപ്പം ആ സമയത്തൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇത് വളർന്നു വരും. ആ സമയത്ത് എല്ലാവരും പറിച്ചുകൊണ്ട് പോകും. എല്ലാവരും ഒന്നും എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എടുക്കുമ്പോഴത്തേക്കാണ് ഇതിന് കയ്പ് വരുന്നത്. അതിപ്പോൾ ഇന്ന് കിട്ടിയ മിഥുനം കർക്കിടകം, അതൊരു ടിപ്പായിട്ടും കൂടി എല്ലാവർക്കും എടുക്കുന്നവർക്ക്. മിഥുനം കർക്കിടക മാസത്തിൽ ഇതെടുക്കരുത്. ഈ കൊഴുപ്പച്ചീര എന്താണെന്ന് മനസ്സിലായല്ലോ, ഇതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തഴച്ച് വളർന്ന ഒരു ഇലയാണ് ഈ കാണിക്കുന്നത്. ഇത് അതിൻ്റെ ചെറുത്. പിന്നെ പൊന്നാങ്കണ്ണി ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊന്നാങ്കണ്ണി ഇതല്ല, നമ്മൾ ചില വീഡിയോയിൽ പൊന്നാങ്കണ്ണിയാണെന്നും പറഞ്ഞ് ഇത് ആളുകൾ പറിച്ച് തോരൻ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ഉറപ്പായിട്ടും ഇതല്ല, അത് നമ്മൾ വേറെയാണ്. അത് ഞാൻ നമ്മുടെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ തോരൻ വെച്ച് കാണിക്കാം കേട്ടോ. തോരൻ വയ്ക്കാനല്ല, ഞാനത് ഉണ്ടായി വരുന്നതനുസരിച്ച് ഒരു 2 തണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പച്ച വെള്ളത്തിലോട്ട് ഇത് പറ്റിച്ച് ഞാൻ കഴിക്കാറുണ്ട്. അതിൻ്റെ കണ്ണിന് വേണ്ടിയിട്ട്, കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ മരുന്നും നിർത്തിയത് അത് കഴിക്കാൻ തുടങ്ങിയത് കൂടിയാണ്. ഞാൻ കണ്ണിൽ ഇപ്പോൾ ഒരു ഓയിൻമെൻറ്റ് പോലും ഒഴിക്കുന്നില്ല. നേരത്തെ ഓയിൻമെൻ്റ് ഉണ്ട്, തുള്ളിമരുന്നുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, ഇപ്പോൾ ഒരു മരുന്നുമില്ല. അത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ല ഞാനത് നിർത്തിയത്, ഞാൻ സ്വയമേ മരുന്നങ്ങോട്ട് നിർത്തിയത്. ഞാൻ മടുത്ത്, എത്ര വർഷമായിട്ട് ഈ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക കണ്ണിൽ, എത്ര നേരം കഴിക്കാനാണേലും മടുത്ത അവസാനം കണ്ണിൻ്റെ. എന്നിട്ട് കണ്ണങ്ങനെ ഞാൻ എൻ്റെ നേരത്തെ ഒരു ഫോട്ടോ ഇട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് ഞാൻ ചെയ്ത് തുടങ്ങിയതാണ് പൊന്നാങ്കണ്ണി. അപ്പം നമ്മുടെ വീട്ടിൽ ഇല്ലായിരുന്നു ഇത്. ഞാൻ പണ്ട് നമ്മുടെ വീട്ടിൽ ഇവിടെ ഈ പറമ്പിൽ ചെടിയായിട്ടൊക്കെ നട്ടി, 2 സൈഡിലും ചെടിയായിട്ടൊക്കെ നട്ടു വെച്ചിരിക്കുക. അന്ന് വല്ലതും അറിയാമോ ഇത് പൊന്നാങ്കണ്ണിയാണോ ചീരയാണോ? അന്ന് വെറും ചെടി. അന്ന് ചിലരൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് ഒരു അസുഖത്തിനാന്നൊക്കെ പറഞ്ഞ് ഇത് പറിച്ചുകൊണ്ട് പോയത് എനിക്കറിയാം, ഞാൻ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, അതൊരു 10-15 വർഷത്തിന് മുമ്പൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒരാൾ വന്ന് പറിച്ചുകൊണ്ട് പോയതൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമുക്കറിയില്ലല്ലോ, അവർക്ക് മൂക്കിൻ്റെ എന്തോ ദശ വളരുന്ന അതിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണെന്നും പറഞ്ഞിട്ടാണ് പറിച്ചുകൊണ്ട് പോയത്. പക്ഷെ ഇപ്പം എനിക്ക് ഫലവത്തായത് എനിക്ക് പരീക്ഷിച്ച് ഞാൻ കഴിച്ച് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ ഈ പറയണത്. ഈ പൊന്നാങ്കണ്ണി ചീര കഴിച്ച് ആണ് എൻ്റെ കണ്ണ ഇതിങ്ങനെ ഇങ്ങനെ ഇരുന്ന് വെച്ച കണ്ണ, അത് കാണാൻ പറയും. ഇത് ആ പൊന്നാങ്കണ്ണി ഇപ്പോൾ പറഞ്ഞ പൊന്നാങ്കണ്ണി ചീര കഴിച്ച് തന്നെ, അത് മാത്രം കഴിച്ച് തന്നെ എല്ലാ മരുന്നും നിർത്തിയിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് അതങ്ങോട്ട് കഴിച്ച് കണ്ണിന് വന്ന മാറ്റം പെട്ടെന്ന്. കണ്ണിൻ്റെ ചുമപ്പ് മാറി, കണ്ണിൻ്റെ ഒരു വെള്ള കളറുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊരു ലൈൻസ്, അത് മാറി, എല്ലാം മാറിയത്, കംപ്ലീറ്റ് ആയിട്ട് മാറിയത് ഇത് കഴിച്ചു കഴിഞ്ഞാണ്. അപ്പം നമുക്കിനി ചീര വയ്ക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പച്ച കളർ കിട്ടിയില്ല കേട്ടോ, ചെറുപയർ വേറെ കുറഞ്ഞ പേരാന്ന് തോന്നുന്നു. ഇത് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാൽ ഞാൻ വേവിച്ചത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ. ഇലയല്ലേ, അപ്പം ഇച്ചിരി വെക്കണോണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ട്, അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ. അപ്പം നമുക്കിത് കുക്ക് ചെയ്യാം. വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, തുള്ളി വെള്ളം.
പിന്നെ മിക്സിയിലാണ് ഞാൻ ചായച്ചെടുക്കാൻ. പുറത്ത് നല്ല മഴ പെയ്യാണ്, നമ്മുടെ അരകല്ല് പുറത്ത് കിടക്കുകയാണ്. അത് കാരണം മിക്സിയിൽ തന്നെ ഞാൻ അടിച്ചെടുത്തത്. പരിപ്പിനുള്ളത് അരച്ച് വെച്ചിന് കറണ്ട് പോകാനെല്ലാം നോക്കി. പിന്നെ ഇതിനുള്ളതും തോരത്തിനുള്ളതും നേരത്തെ തന്നെ സെറ്റാക്കി വെച്ച്. ഞാൻ പറയണ്ടേ, ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാവാൻ വേണ്ടി മാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ജസ്റ്റ് മിനിറ്റ് മതി ചൂടാകാനായിട്ട്. നമുക്ക് മറുതാഴ്ച അങ്ങനെ എനിക്ക് മുളകും വറുക്കണമല്ലോ. എൻ്റെ വീടിൻ്റെ പോരായികയൊക്കെ ഉള്ളത് പറഞ്ഞു തരണം കമൻറ്റിലൂടെ. അപ്പം ഞാനത് നിർത്തി തരാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണം. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. മറ്റേ കുപ്പി പൊട്ടിപ്പോയിട്ട് എൻ്റെ മറ്റേ ഓൺലൈനിൽ നിന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് താഴ്ത്തു പോയി. അതായത് നമ്മൾ വീണ്ടും പഴയ കുപ്പിയിലോട്ട് പോയി. കുറച്ച് എണ്ണ ഒഴിക്കുക. കടുവറ അതിന് മുമ്പ് മുളക് വറുക്കണം. വീട് ഞാൻ വൈകുന്നേരം എടുക്കുള്ളൂ കേട്ടോ. മാക്സിമം ഞാൻ ഒരു 5 മണിക്ക് ഡെയിലി വ്ലോഗിട്ട് നോക്കാം കേട്ടോ. അപ്പുറത്തെയാണ് എല്ലാവരും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇവിടെ ഓടി നടപ്പുണ്ട് കേട്ടോ. അവർക്ക് ചോറൊക്കെ ഞാൻ കൊടുത്ത്. ഒരു കറിയും കൂടി വെക്കണം. അത് എളുപ്പമാണ്. പരിപ്പ് വെക്കാൻ പെട്ടെന്നാവുമല്ലോ. ചെറുപയർ പക്ഷെ എന്താണ്, അത് എന്നാ കുതിർക്കാനിട്ട്. ഇനി അതിൻ്റെ മിസ്റ്റേക്കാണോ അറിയാൻ പറ്റില്ല. ഇന്നലെ കുതിർക്കാനിടാമായിരുന്നു. അപ്പം ഇന്നാണ് ഇപ്പം പറയണേ. പിന്നെ അപ്പോഴേ എന്നോട് പറയത്തുള്ളൂ, അമ്മക്ക് അത് പറിച്ചുകൊണ്ട് വരാനോ ശീല. അല്ലെങ്കിൽ എന്നാ ചെയ്യണമെന്ന് ഇപ്പം കഴിക്കാൻ നേരമാകുമ്പോഴോ അല്ലെങ്കിൽ വിശക്കാറാകുമ്പോഴൊക്കെ പുള്ളി ഓരോന്ന് ആലോചിച്ച് പറയുള്ളൂ. മൂക്കി നമുക്കിത് ഇങ്ങോട്ട് മാറ്റാം. ഇനി കടുവറ കടുകൊന്നും വേണമെന്നില്ല കേട്ടോ. വേപ്പിലില്ല, മഴയാണ്. ഞാൻ ഇരുത്തോട്ട് പോയില്ല കേട്ടോ വേപ്പിലെടുക്കാം. അത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക്, ചുവന്നുള്ളി. ഇത് പരിപ്പിന് വേണം. അപ്പം രണ്ടിനും കൂടി ഞാൻ എടുത്ത് വെക്കും കേട്ടോ. ഇട്ട് മിക്സ് ചെയ്ത് ഈ വേറെ പാത്രത്തോടെ മാറ്റണം കേട്ടോ. ഇതിനകത്ത് പറയുന്നുണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇതിനകത്ത് വറ വെച്ചത് മിക്സ് വെൽ. ആഹ് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ കറികൾ സെറ്റായി. അപ്പോൾ കൊഴുപ്പച്ചീരയും പരിപ്പും ചാറ് കറി, പിന്നെ ചെറുപയറും കൊഴുപ്പച്ചീരയും തോരൻ, വറുത്ത മുളക്, അച്ചാർ, ഇതെല്ലാം കൂടി ഒരു പിടി പിടിക്കട്ടെ.
അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ശരി, പിന്നെ കാണാം. ബൈ.